നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രധാനമായി ഏറ്റുമുട്ടുന്നത് UDF-ഉം LDF-ഉം തന്നെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചില മണ്ഡലങ്ങളിൽ LDF-ഉം BJP-യുമായാണ് മത്സരം എന്ന LDF കൺവീനർ EP ജയരാജന്റെ നിലപാട് മുഖ്യമന്ത്രി തള്ളി. BJP-ക്ക് കനത്ത രീതിയിലുള്ള പിറകോട്ട് പോക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യസഭാംഗത്വത്തിന്റെ കാലാവധി ബാക്കി നിൽക്കെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന KC വേണുഗോപാൽ ആ നിലപാട് ശരിയായോ എന്ന് പരിശോധിക്കണം. ജയിച്ചാൽ ഗുണം ലഭിക്കുക BJP-ക്കാണ്. രാജ്യസഭാ സീറ്റ് അവർക്ക് കിട്ടും. ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട് KC വേണുഗോപാലിന് രാജ്യസഭാംഗത്വം നഷ്ടപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. മകൾ വീണയുടെ കമ്പനിക്കെതിരായ SFIO അന്വേഷണം നടക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങൾ വരട്ടെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിലെ ചോദ്യത്തോടുള്ള പ്രതികരണം. മുസ്ലിം ആയതിന്റെ പേരിൽ ചിലർക്കെതിരെ കേസെടുക്കുന്നു എന്ന് ഈരാറ്റുപേട്ടയിലെ മുഖാമുഖത്തിൽ ഹുസൈൻ മടവൂർ നടത്തിയ പരാമർശത്തിന് നൽകിയ മറുപടിയിൽ താൻ ഉറച്ചു നിൽക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. മുസ്ലിംകളെ തേടിപ്പിടിച്ച് കേസെടുക്കുന്ന രീതി കേരളത്തിലില്ലെന്നും തെറ്റായ ചിത്രം വരച്ചു കാട്ടാൻ ശ്രമിച്ചത് ശരിയായില്ലെന്ന് പറയാൻ താൻ ബാധ്യസ്ഥനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് ആവർത്തിക്കുകയും സർക്കാരും ഇടതുമുന്നണിയും ചെയ്തതെല്ലാം എണ്ണിപ്പറയുകയും കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെ പരിഹസിക്കുകയും ചെയ്തു. യോജിച്ച പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറിയത് കോൺഗ്രസ് ആണ്. ബിൽ പാസാക്കിയ 2019 ഡിസംബറിൽ മതനിരപേക്ഷ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്നവർ തെരുവിലിറങ്ങിയപ്പോൾ കോൺഗ്രസ് MPമാർ പാർട്ടി അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. ചട്ടം വിജ്ഞാപനം ചെയ്ത് 2 ദിവസമായിട്ടും മല്ലികാർജ്ജുൻ ഖാർഗെയോ രാഹുൽ ഗാന്ധിയോ മിണ്ടിയിട്ടില്ല. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ദേശീയ തലത്തിൽ നിലപാടില്ലേ? കോൺഗ്രസ് വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടിയാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനമാണ് കേരളം. എല്ലാവരെയും ഒരുമിപ്പിച്ച് പ്രക്ഷോഭം നടത്തി. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ച് പ്രമേയം പാസാക്കി. 13 BJP ഇതര മുഖ്യമന്ത്രിമാരുടെ പിന്തുണ തേടി കത്തെഴുതി. സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ഇടതുമുന്നണി മനുഷ്യച്ചങ്ങല തീർക്കുകയും ഭരണഘടനാ സംരക്ഷണ യോഗങ്ങൾ നടത്തുകയും ചെയ്തു. പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ സമരങ്ങളെ പലയിടത്തും കേന്ദ്ര സർക്കാരും സാമൂഹിക വിരുദ്ധരും നേരിട്ടപ്പോൾ പിന്തുണയുമായി എത്തിയത് ഇടതു നേതാക്കളായിരുന്നു. ആദ്യഘട്ടത്തിൽ യോജിപ്പിന് തയ്യാറായ കോൺഗ്രസ് പെട്ടെന്ന് ചുവടുമാറ്റി. നിയമസഭ ഒറ്റക്കെട്ടായി പാസാക്കിയ പ്രമേയത്തെ പോലും അന്നത്തെ KPCC പ്രസിഡന്റ് പരിഹസിച്ചു. CAA ബിൽ 4 വർഷവും 3 മാസവും മുൻപ് പാർലമെന്റിൽ പാസ്സായതാണെന്നും കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ നിയമം നടപ്പാക്കാമായിരുന്നില്ലേ എന്നുമാണ് AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ഇപ്പോൾ പറയുന്നത്. കോൺഗ്രസിന് നിയമം നടപ്പാക്കുന്നതിൽ പ്രശ്നമില്ലെന്നും തിരഞ്ഞെടുത്ത സമയമാണ് പ്രശ്നമെന്നുമല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കാനാവുക. പല ജനവിരുദ്ധ നിയമങ്ങളെയും ചെറുത്തു തോൽപ്പിച്ച പാരമ്പര്യം കേരളത്തിനുണ്ടെന്നും ഇക്കാര്യത്തിലും അതുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.